എല്ലാവർക്കും സലി കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളെല്ലാം കാത്തിരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ്. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന പടച്ചവൻ സ്വീകരിച്ചു. ഫാബിമോക്കും സൽമാനും ഒരു പെൺകുഞ്ഞ് ജനിച്ചു വെള്ളിയാഴ്ച. എല്ലാവരും കൊച്ചും അമ്മയൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ കൊച്ചിനെ കാണാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇവർക്കൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അന്ന് കണ്ടില്ലല്ലോ ക്ലിയർ ആയിട്ട്. അപ്പം അങ്ങനെ വന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഹോസ്പിറ്റലിൽ. ഞാൻ ഇവിടെ ആരെയും കാണിക്കുന്നില്ല, സ്നീക് പീക്ക് പോലെ. അതെന്തടേ? അപ്പൊ ഇങ്ങനെ കണ്ടു, എല്ലാവർക്കും സന്തോഷമായി. യഥാർത്ഥത്തിൽ സന്തോഷം കൂടുതൽ ഈ പിള്ളേർക്ക് തന്നെയാണ്. അപ്പൊ ഞങ്ങള് കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ സൽമായിക്കയും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ സൽമായിക്കായിട്ട് സംസാരിച്ച് നമ്മളെ താഴെ കൊണ്ട് വിടാന്ന് പറഞ്ഞ് പോവാണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ സമീപ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും എല്ലാവരും സമയം പ്രത്യേകിച്ച് ഭയങ്കര ഹാപ്പിയാണ്. അതൊക്കെ ഓക്കെ. ഇന്ന് വന്ന് അപ്പൊ ഇന്ന് എന്തായിരിക്കും സ്പെഷ്യൽ? ഇന്ന് ഞാൻ എന്റെ വകയായിട്ട് തന്നെ ചെയ്യാം. എനിക്ക് കുറച്ച് ഡ്യൂട്ടി ഉണ്ട്, തുണിയൊക്കെ കഴുകാറുണ്ട്. അതെല്ലാം നമുക്ക് കഴുകിയെല്ലാം ശേഷം രാത്രി നമുക്ക് സ്പെഷ്യൽ ആക്കാം. അടിപൊളിയായിരിക്കുമോ? നമുക്ക് നോക്കാം, അവിടെ വെച്ച് നോക്കാം. എങ്ങനെയുണ്ട്? ഞാൻ അതിനു മുമ്പ് ചോദിച്ചോട്ടെ, നിങ്ങൾ ഹാപ്പിയാണോ? എന്താണ് അങ്കിൾസ് സുൽത്താന്റെ ആണ് ഭയങ്കര സർപ്രൈസ് ആയില്ലേ? ഞാൻ ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സാധാരണ വീട്ടിലേക്ക് വന്നെങ്കിൽ ഓട്ടോ പിടിച്ചു വരും, അല്ലെങ്കിൽ വാപ്പ വിളിക്കാൻ വരും. അപ്പൊ ഇപ്രാവശ്യം വിളിച്ചപ്പോ അപ്പൊ തന്നെ ഇതേപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പം നീ ഇവിടെ ഇറങ്ങിയാൽ മതി, ചോദിച്ചു നോക്ക്, കണ്ടക്ടർ ചോദിച്ചിട്ട് അവിടെ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഇറങ്ങാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പം ഏറ്റവും അടുത്തുള്ള സ്റ്റോപ്പ് കരമന. അപ്പൊ പിന്നെ എനിക്ക് അവരെ ശല്യപ്പെടുത്താൻ എനിക്ക് മടി. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നടന്ന് കയറി വന്ന് ഞാൻ നടന്ന് കയറി ഹോസ്പിറ്റലിൽ ഫ്ലോറിൽ എത്തിയപ്പോ കയറിയ ഉടനെ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ്, ഇറ്റ്സ് എ ഗേൾ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത പോലെ തോന്നി. ബാംഗ്ലൂരിൽ നിന്ന് വരാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, ഒരു 10-20 മിനിറ്റ് ആയി പോയെന്ന് തോന്നുന്നു. ഇറ്റ്സ് എ ഗേൾ. അപ്പൊ ഇന്ന് സൽമാൻക്കായും ആശുപത്രിയിലാണ്. അപ്പൊ നമ്മൾ എന്ത് കഴിച്ച് സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം. അവർക്ക് കൊടുക്കുക? അത് അവർക്ക് വേണ്ട, സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി അവരെ കൊതിപ്പിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്കും കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയല്ല, വലിയ താമസിക്കണ്ട. ഇപ്പൊ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരുന്നു. ഉമ്മ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചാണ്, പക്ഷെ സമയത്തിന് നടക്കാത്തതുകൊണ്ട് ഞാൻ ഡീഫോസ്റ്റ് ആക്കി എടുത്തതാണ്. പാടുള്ള ജോലിയൊക്കെ വാപ്പാക്കല്ലേ? അതെപ്പോഴും അങ്ങനെയല്ലേ? അതെപ്പോഴും അങ്ങനെയല്ലേ? വാപ്പ ചെയ്യുമ്പോ അത് വിട്ടോടെ ചെയ്യും. കുറച്ചേ ഉള്ളൂ, അത്ര മതിയല്ലോ. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അവർക്ക് കൊടുക്കണ്ടേ? കൊടുക്കാന്നുണ്ട്, അവര് അവിടെ ക്യാൻറ്റീന്ന് വാങ്ങിച്ച് കഴിച്ചോളൂ. ഇന്ന് രാത്രി അവർക്ക് ഫുഡൊന്നും വേണമെന്ന് തോന്നുന്നു. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ആ പാത്രം ഗ്ലാസ് ഈ പാത്രം കരി കഴിച്ചേ ചൂടിട്ടാ. എരിവ് കൂടുതലാണോ കുറവാണോ? കൂടുതലൊന്നും വേണ്ട. എന്താ വളമൊക്കെ കുറച്ചേ ഇടുള്ളൂ. പാപ്പ ഉമ്മ ഇടുന്നവരൊന്നും ഇടില്ല. ഇത് കാശ്മീരി മുളക്. അതെ. പിന്നെ എന്ത് വേണം? മഞ്ഞൾ വേണം. പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ആ മഞ്ഞൾ. ഇതെന്തോ ഇത്ര മാത്രം അമേരിക്കയിലുണ്ട്. ഗരം മസാല ഇട്ടു. എന്ത് ഇത്രയും കുറവിടുന്നത്? ഇത് ഏത് അമേരിക്കയിൽ ഫീഡ് ചെയ്യാനുള്ള മതി. ഒരു കഷ്ണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പൗഡർ ആണോ? ഉപ്പിടാം.
ഇപ്പോൾ കുറഞ്ഞാലും കൂടുതലെന്നാണ് പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കൾ. ഇത് വാപ്പാടെ റെസിപ്പിയായിട്ട് മാറി ലാസ്റ്റ്. അപ്പാ കുറച്ച് കോണും കൂടി ഉണ്ട്, അതും കൂടി ഇടണോ ഇതിൻ്റെ അകത്ത്? അത് വെച്ച് സുൽത്താക്ക് എന്തോ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നു. ഞാൻ തൈരാലേണോ? തൈരിടോ? അത് മാരിനേറ്റ് ചെയ്യാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇടും, ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടൂല്ലോ. അതൊന്നുമില്ല, അതും എന്തിനാണ് ഇടുന്നു തോന്നുന്നത്. ആർക്കറിയാം, നമ്മുടെ റെസിപ്പി അല്ലേ, നമ്മുടെ രീതി ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്നൊന്ന് മാരിനേറ്റ് ചെയ്യുന്ന സമയം സുൽത്താൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് സുൽത്താൻ എന്താണ് എന്ത് ചെയ്യാൻ പോകണം? നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാം. ഇത് ഉമ്മ എന്ത് ചെയ്തിരിക്കുന്നു? ബോയിൽ ചെയ്തിരിക്കുന്നു. ഓൾറെഡി വേവിച്ച് വെച്ച ഇന്നലെ ഞാൻ എന്തോന്നോ. അപ്പൊ ബോഡി ഓൺമിട്ടോ ഇങ്ങനെ കട്ട് ചെയ്യാനാ? തറയിൽ പോയില്ലല്ല. അങ്ങനല്ലേ? ഇളക്കി നോക്ക്, വീണ്ടും ഇളക്കി നോക്ക്. ആ ഓക്കെ 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 മനസ്സിലായി, പിടി കിട്ടി. അപ്പൊ നമുക്ക് ഇത് ഫ്രൈ എയർ ഫ്രൈ ചെയ്യുന്ന നേരത്തെ നമുക്ക് ഇത് ചെയ്തൂടെ? അതാണ് ചെയ്യുന്നത്. ആദ്യം ഇത് ചെയ്ത് തന്നിട്ട് അത് കൊടുക്കുക. ഇത് എളുപ്പം സമയം ചെയ്യുന്നതാണ് അവൻ പറഞ്ഞത്. 5 മിനിറ്റ് മതി എന്നാണ്, 2.5 മതി എന്നാ. അത്രയായി. അപ്പൊ ഇത് വേവിച്ചതാണല്ലേ? ഉമ്മ വേവിച്ച് വെച്ചത്. എന്തിനു വേവിച്ച് വെച്ചത്? നമുക്ക് കഴിക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ അല്ലാണ്ട് കഴിക്കാറ്. അത് എല്ലാവരും പെട്ടെന്ന് എങ്ങനെ പാത്രം മാറിയെന്ന് ഞാൻ അങ്ങോട്ട് നീട്ടിയതാ. പാത്രം അല്ല എന്തുവാണ് സുൽത്താനെ? ഇനി നമുക്ക് തക്കാളിയും മറ്റേ സവാളയും കൂടെ അറിയാം. മറ്റേ പ്രീ ഹീറ്റ് ചെയ്യണം ആദ്യം. ഇതിന്റെ തന്നെ പ്രീ ഹീറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ഓൺ ചെയ്ത് കൊടുത്ത 5 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ആവും. ഇതൊരു ബാച്ച് അല്ലേ? 2 ബാച്ച് ആയിട്ട് വെക്കാം. ഒരു ബാച്ച് വെക്കാനേ ഉള്ളൂ. ഇന്നത്തെ പണിയാത്ത റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു. പിന്നെ അരിഞ്ഞോണ്ടിരുന്ന സുൽത്താൻ പറയുന്നത് ചുരുങ്ങൂടെ? ചിക്കൻ ചൂടാകുമ്പം ചെറുതോ? അപ്പൊ ഒന്നിനേ ഉള്ളൂ. റെസ്റ്റോറൻറ്റില്ലല്ലോ ഇതിൻ്റെ അകത്ത് കഴിക്കാൻ. ഓ എനിക്ക് വേണ്ടേ. ഞാൻ സുൽത്താക്കയുടെ അടുത്ത റെസിപ്പി റെഡിയായല്ല, അത് കഴിച്ചോളാം. അതുതന്നെ സവാള എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിയാം. കൊറിയാണ്ടർ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചത് അതുകൊണ്ടാ ഓർക്കാത്ത. ഇത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്താൽ മതി. അവനെ അറിയാം അതൊക്കെ. എല്ലാം ചെറുതായി കട്ട് ചെയ്ത് നല്ല വൃത്തിയൊന്ന് വരണം, എന്നാലേ അതെല്ലാം അടന്നു വരുള്ളൂ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി മിക്സ് ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്താൽ നടക്കുമോ സുൽത്താൻ? എന്നും ഉള്ളത് പ്രീ ഹീറ്റ് ആയെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് വന്നാൽ കറക്റ്റ് ആയിരിക്കും സുൽത്താനെ. വെച്ച് തരും. ഞാൻ എന്നാ വെച്ചിട്ട് കേട്ടോ, നീ വെട്ടി വെച്ചേക്കോ ക്യാപ്സിക്കോ. പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ചെയ്ത് വെച്ചത് അങ്ങോട്ട് കയറ്റുക, എന്നിട്ട് ഇതിൻ്റെ ഹിക്കൂര കഴിഞ്ഞു. അടച്ചു കൊടുത്തിട്ട് നമ്മൾ പവർ ഓൺ ചെയ്യുക. അടഞ്ഞു. എന്നിട്ട് ചിക്കൻ വെക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യുക. 40 മിനിറ്റിൽ റെഡി ആവും. പകുതിയാവും തിരിച്ചു വെച്ച് കൊടുക്കണം. യെസ്, 20 മിനിറ്റ് ആവുമ്പോൾ നമ്മൾ തിരിക്കണം എല്ലാം കൂടി. എന്താടേ? കളി കഴിഞ്ഞ് സൈഡിലോട്ട് നല്ല കളർഫുൾ അല്ലേ? നല്ല കളർ തക്കാളി അല്ലേ? അവിടെ എന്ത് ചെയ്തു? നാരങ്ങളും വേണ്ട ഇതൊക്കെ വാഷ് ഡൗൺ ചെയ്യാൻ. ഞാൻ ഇതിലേക്ക് വറുത്ത് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് 2 സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് കോൺഫ്ലവർ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇത്ര മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇടാം. നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അതനുസരിച്ച് ഇടാം. കുറച്ച് ഒറിഗാനോടെ ഇട്ട് കൊടുക്കാം.
പിന്നെ നമുക്ക് ഉപ്പിട്ടില്ലല്ലോ. ചോദിക്കുകയാണോ പറയാണോ? അല്ല, ആൾക്കാർ ചോദിക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് വേണ്ടി വരും. വെള്ളം ഒഴിക്കണം വേണ്ടേ? ഇപ്പൊ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളമായിട്ട് മിക്സ് ചെയ്യാം. ഇത് തിളപ്പിച്ചെടുത്തപ്പോൾ കുറച്ച് നനവുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ധൈര്യമില്ലേ? ഇല്ല, കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് ഇട്ടു. അപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കാൻ തോന്നുന്നു. കുറച്ച് മതിയാ? മതി മതി. ഇത് നാരങ്ങ ഉണ്ടാക്കിയിട്ടിരുന്ന പാത്രത്തിൽ നിന്നാണ്, കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞാ എല്ലാം കോട്ടായി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആരും ഇതിന്റെ റെസിപ്പി ചോദിക്കല്ലേ. ഇത് ഈ നാരങ്ങ വെള്ളത്തിന്റെ ഇതൊരു സ്പെഷ്യൽ ഫാമിലി സീക്രട്ട്. ആദ്യത്തെ ചോദിക്കല്ലെന്നാ? ആരും ചോദിക്കല്ലേ. അല്ലേ ഒരു ഗുമ്മിന് റിസോന്റെ സീക്രട്ട്. ഇത് റെസിപ്പി ഗസ് ചെയ്യുകയാണെങ്കിൽ ആർക്കും താഴെ ലൈക്ക് ഇല്ലാത്ത കമന്റിന് ഈ നാരങ്ങയുള്ള സ്പെഷ്യൽ ഡെലിവറി. സുൽത്താൻ അഭിപ്രായം പറയുന്നത്? ഇതിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞ പോലെ താഴെ കമന്റിന് 0 ലൈക്സ് ആണെങ്കിൽ ഫ്രീ ഡെലിവറി. എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഒരു 23 മിനിറ്റൊക്കെ ആയി. അപ്പൊ നമുക്ക് തുറന്നു കൊടുത്ത് തിരിച്ചു കൊടുക്കാം. ഓൾമോസ്റ്റ് ആയി. അപ്പുറത്തെ സൈഡും കൂടെ ആയ മറ്റു ചുരുങ്ങി പോകുന്നുള്ള കാര്യം കറക്റ്റ് ആയിരുന്നു തിയറി. എന്തായാലും ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് കണ്ട എല്ലായിടത്തും ഗ്രിൽസ് ഉണ്ട്. മറ്റേ സാധാ എയർ ഫ്രയർ വഴിയല്ല, ഇതിപ്പോ എല്ലായിടത്തും ചൂട് വരും. അപ്പൊ തിരിച്ചു വെക്കാൻ ശരിക്കും ആവശ്യമില്ലായിരുന്നു. എന്തായാലും തിരിച്ചു കൊടുത്തു. ഇത് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കുന്നു. ബാക്കി റെസിമോ ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ മതിയേ. കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ട്രിപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കോൺ ഇട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ പോലെ ഞാൻ ചോദിക്കുന്നത് പോപ്കോൺ ആവുന്ന മറ്റേ ഇതല്ലോ, മറ്റേ ഇതിനെന്തോ പറയും, ഇതൊരു ക്രിസ്പി കോൺ വരും അവര്. അവന്റെ ഡൗട്ട് ഇതാണ് പോപ്കോൺ ആവുന്ന. അത് മൂടി വെച്ചാൽ ചിലപ്പോ ആയും. അത് ഡ്രൈ ആവണം, സീഡ് എന്തോ ആവണം, എന്തൊക്കെയാണ്. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് കോരി എടുക്കണം. നിങ്ങളിപ്പം ഓൾറെഡി എയർ ഫ്രയർ ഉപയോഗിക്കുമല്ലേ? അപ്പം ഞാൻ ഇത് എയർ ഫ്രയറിൽ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിലിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാകെ 1 മിനിറ്റ് എളുപ്പമാവും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി എടുക്കാം. ഇത് നമ്മൾ നേരത്തെ പൊരിച്ച സെയിം എണ്ണയാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി നമുക്ക് ആവശ്യമുള്ള മാത്രം എണ്ണ ഞാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഇപ്പൊ സവാള ഒക്കെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് വരണ്ട വരുന്ന സമയം നമുക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളകാണ്, അതുകൊണ്ട് അത്ര എരിവ് കാണില്ല, കളർ മാത്രമേ നല്ലോണം കാണും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി.
പിന്നെ ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ചിക്കനോടെ ഇട്ട് കൊടുക്കാം. അപ്പൊ റിസാന് കുറച്ച് എന്താ പറയുക, നമ്മൾ എയർ ഫ്രൈ ചെയ്ത ചിക്കൻ ആയിട്ട് വേണം തോന്നുന്നു. അപ്പൊ നമുക്ക് നമ്മളിതിന്റെ പകുതി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നല്ലോണം മിക്സ് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോട്ട് സോസ് കൂടെ ഇട്ട് കൊടുക്കാം. ഫോണിട്ട് കൊടുത്താൽ അല്ലേ? ഇതേ എന്തിൻ്റെ പേരെന്ത് പറയുന്നു? അവർക്ക് തന്നെ ചോദിക്കണം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നാരങ്ങയും പിഴിഞ്ഞ് കട്ടിൽ വെച്ചിങ്ങനെ മല്ലിയിലും കൂടി ഇട്ട നമ്മുടെ ഐറ്റം റെഡി. ഓഫ് ചെയ്യണേ. നീ എവിടെ ആയിരുന്നു? ഞാൻ അവിടെ ഫോൺ കളിക്കായിരുന്നു. അടിപൊളി വേണം. എന്താ ഇതിന്റെ പേര് നീ പറ. കാണികൾ തന്നെ പറയട്ടെ, അവര് കമന്റ് ചെയ്തിട്ട് എന്റെ പേരാ പേരിടണം. അത് തന്നെ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട റെഡി. ടേസ്റ്റ് നോക്കണേ. ഉപ്പ് ഉണ്ടാ നോക്ക് സുൽത്താൻ. വെച്ചു ഉപ്പുണ്ടാ നോക്ക്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടാനുള്ളതാണ് ഇപ്പൊ. മതിയാ? ഓഫ് ചെയ്തു. അടിപൊളി. ആരിത് ഡെക്കറേറ്റ് ചെയ്തത്? നമ്മളെല്ലാരും ഞാൻ ബ്രെഡ് ഡെക്കറേറ്റ് ചെയ്തു. അത്ര എളുപ്പത്തിന് വേണ്ടി എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സാധനമാണ്. എന്താണ്? ചിക്കൻ ആണോ? ബ്രെഡ്. അതല്ല, ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ ചിക്കൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് കോണ് മാത്രം ഇതേപോലെ മിക്സ് ചെയ്തെടുത്താലും നല്ല സാലഡ് പോലെയൊക്കെ തിന്നും. എന്താ പറയുക, സാലഡ് അല്ല, ഒരു സ്നാക്ക് പോലെയൊക്കെ തിന്നാൻ പറ്റും. ബാച്ചിലേഴ്സ് ഡിന്നർ. ബാച്ചിലേഴ്സ് പറയും നിങ്ങളെല്ലാം അടിപൊളി വിശാലമായിട്ടാണ് തിന്നുന്നത്. ബാംഗ്ലൂർ ഉണ്ടപ്പോ ഇത് ഇത്ര വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കില്ല. ഇത് ഹെൽത്തി ആക്കായിരുന്നു. നമ്മൾ ആ ഫോണെ ഹെയർ ഫെയർ ചെയ്താൽ മതി. അത് ഇതേപോലെ വരുമെന്ന് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ റെസിപ്പി അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത റെസിപ്പിയോ ബ്ലോഗോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.